ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ മെഗാ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും മൂന്നാറിലെത്തി അടിച്ചു പൊളിക്കുന്നു. പിന്നീട് മാർക്കോസ് സിദ്ധിയായിട്ടുള്ള അമ്മയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, കണ്ണൻ സാറും മഹാലക്ഷ്മിയും ഞാനില്ലാതെയാണ് യാത്ര പോയിരിക്കുന്നത്. എന്നാൽ തൻ്റെ ആശങ്ക പറയുമ്പോൾ അവർ പുതിയൊരു ജീവിതം തുടങ്ങുന്ന ദിവസമാണെന്ന്, എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും അതെല്ലാം മറികടന്ന് അവർ സുരക്ഷിതരായിട്ട് മടങ്ങിയെത്തും എന്ന അമ്മയുടെ വാക്കുകൾ കേട്ട് വലിയ ആശ്വാസമാകുന്നുണ്ട് കേട്ടോ മാർക്കോയ്ക്ക്. ശേഷം മേഘനാണെങ്കിൽ മദ്യം കിട്ടാത്തതിനെ തുടർന്ന് ഹോട്ടൽ ജീവനക്കാരുടെ നിര കയർക്കുന്നുണ്ട്. മദ്യം വാങ്ങാനായിട്ട് മേഘൻ പുറത്തു പോകുന്ന സമയത്ത് ഇനി അയാൾക്ക് ഈ ഹോട്ടലിൽ മുറി കൊടുക്കണ്ട എന്ന് തന്നെ അവർ തീരുമാനിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് കണ്ണനും മഹാലക്ഷ്മിയും അനന്തവും ലേഖയും പുറത്ത് കറങ്ങി തിരിച്ചെത്തുന്നത്. നല്ലൊരു സർപ്രൈസ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയാണ്, അത് മറക്കരുത് എന്നെല്ലാം അനന്തവും ലേഖയും കൂടെ കൂടെ കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് കേട്ടോ. ആ സർപ്രൈസ് എന്താണെന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്, അത് പൊട്ടിക്കാനുള്ള സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് അനന്തവും ലേഖയും കണ്ണനെയും മഹിയെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്കായിട്ട് മണിയറ അലങ്കരിച്ചിരിക്കുന്നത് കണ്ട് കണ്ണനും മഹാലക്ഷ്മിയും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. ശേഷം രണ്ടാളും ഒന്ന് ചേർന്ന് നിന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ മൊബൈലിൽ അവരുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു ലൈഫാണ് നിങ്ങൾ രണ്ടാൾക്കും വരാൻ പോകുന്നത്. നിങ്ങൾ വേഗം കുളിച്ച് ഫ്രഷായി പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അനന്തവും ലേഖയും പോകുന്നു. പിന്നീട് മഹി അയച്ചു കൊടുത്ത് കണ്ണൻ്റെയും മഹാലക്ഷ്മി അവരുടെ ഒരുമിച്ചുള്ള ട്രിപ്പിൻ്റെ ഫോട്ടോസ് എല്ലാം കണ്ട് മോഹിനിയാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. കരണമോള് ഇനിയെങ്കിലും സ്വന്തം ചേച്ചിയെ സ്നേഹിച്ചു തുടങ്ങണം എന്നും മോഹിനി ഇതേ സമയം പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നീട് ദുർഗ ഉണ്ണിയുടെ അടുത്ത് എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇങ്ങനെയെങ്കിലും കരുണമോളെ കൂട്ടിക്കൊണ്ട് വരാൻ നോക്കുണ്ണി. അവൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് നീ അവളെയും കൊണ്ട് യാത്ര പോയി എന്ന് പറയുമ്പോൾ, അങ്ങനെ യാത്ര പോയാൽ 5 സ്റ്റാറിൽ കുറഞ്ഞ ഹോട്ടലിലൊന്നും അവൾ താമസിക്കില്ല. അവിടെയാണ് അവളുടെ ചേച്ചിയുടെ മഹത്വം നമ്മൾ കാണേണ്ടത്. കണ്ണേട്ടനും ഏട്ടത്തിയും തമ്മിൽ വഴക്കിടുന്നത് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു ആവശ്യം ഏട്ടത്തി കണ്ണേട്ടനോട് പറയാറുണ്ടോ? ആ പൊക്കതൊന്നും കരുണയ്ക്കില്ല. ഇനി അവൾക്ക് തോന്നുന്ന വരട്ടെ, ഞാനായിട്ട് അവളെ തിരികെ വിളിക്കാനൊന്നും ഇല്ല എന്ന് തന്നെ ഉണ്ണി പറയുന്നുണ്ട് കേട്ടോ ദുർഗയോട്. പിന്നീട് കാണിക്കുന്നത് ലേഖ തന്നെ മഹാലക്ഷ്മി ഒരുക്കി സുന്ദരിയാക്കി കണ്ണൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരുന്നു. കയ്യിൽ ഒരു ഗ്ലാസ് പാലുമായിട്ട് നാണത്തോടെയാണ് കേട്ടോ മണിയറയിലേക്ക് മഹി കടന്നു വരുന്നത്. മഹിയെ കണ്ട് കണ്ണെടുക്കാതെ തന്നെ നോക്കുന്നുണ്ട് കണ്ണൻ. തുടർന്ന് ഇത് ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണെന്ന് ലേഖയും ഇടാ ഓൾ ദി ബെസ്റ്റ് എന്ന് അനന്തവും പറയുന്നുണ്ട്. അങ്ങനെ അവർ പോയതിന് ശേഷം മഹിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ കണ്ണൻ. തുടർന്ന് നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഒരു മുഹൂർത്തം കൂടി വന്നെത്തി എന്ന് കണ്ണൻ പറയുമ്പോൾ, എല്ലാത്തിനും നന്ദി പറയേണ്ടത് തോമസ് സാറിനോടും മാർക്കോയോടും പിന്നെ സിദ്ധിയായിട്ടുള്ള അമ്മയോടും ഒക്കെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ മഹി. ശേഷം അവർ പാല് പങ്കിട്ട് കുടിക്കുകയൊക്കെ ചെയ്ത് ഫസ്റ്റ് നൈറ്റിന് ആരംഭം കുറിക്കുന്നു. ഇതേ സമയം മേഘനാണെങ്കിൽ കുടിച്ച് ലെക്ക് കൊട്ടുകൊണ്ട് ഹോട്ടലിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ മേഘൻ്റെ ഈ വരവ് കാണുന്ന റൂം ബോയും റിസപ്ഷനൊക്കെ ആണെങ്കിൽ ഇവനെ നാളെ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടണം. ഇവനെ പോലെ ഒരുത്തനെ ഇവിടെ താമസിപ്പിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മുടെ ഹോട്ടലിൻ്റെ റേറ്റിങ്ങിനെ തന്നെ അത് ബാധിക്കും എന്നെല്ലാം അവരിങ്ങനെ പരസ്പരം പറയുന്നുണ്ട്. അവരെ എങ്ങനെയെങ്കിലും മുറിയിലേക്ക് നടന്നു പോകട്ടെ എന്ന് മാനേജർ പറയുമ്പോൾ, വേറെ ഏതെങ്കിലും മുറിയിലേക്ക് ചെന്ന് കയറുമോ എന്നാണ് എൻ്റെ പേടി എന്നെല്ലാം മാനേജറും റിസപ്ഷനിസ്റ്റും പറയുന്നുണ്ട് കേട്ടോ. കണ്ണനും മഹാലക്ഷ്മിയും ഇതൊന്നും അറിയുന്നില്ല. അവർ അവരുടേതായിട്ടുള്ള പ്രണയ ലോകത്താണ്. ശരിക്കും റൊമാൻറ്റിക് ആയിട്ടാണ് അവർ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇതേ സമയം മേഘനാണെങ്കിൽ കുടിച്ച് യാതൊരു ബോധവും ഇല്ലാതെ ആ കോറിഡോറിലൂടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. റൂം ബോയും റിസപ്ഷനിസ്റ്റും കണക്ക് കൂട്ടിയതുപോലെ തന്നെ മേഘൻ മറ്റൊരു മുറിയിലേക്കാണ് വാതിൽ തുറന്ന് കയറി ചെല്ലുന്നത്. അത് വേറെ ആരുടെയും മുറിയല്ല, നമ്മുടെ അനന്തുവിൻ്റെയും ലേഖയുടെയും മുറിയിലേക്കാണ് കേട്ടോ. അപ്പോൾ മേഘനെ അപ്രതീക്ഷിതമായിട്ട് അവിടെ വെച്ച് കാണുന്ന അനന്തുവിൻ്റെ ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും സ്വൈര്യം കെടുത്താനായിട്ട് ഇവൻ ഇവിടെയും വന്നോ എന്നെല്ലാം മനസ്സിൽ ദേഷ്യത്തോടെ പറയുന്നുണ്ട് അനന്തു. തുടർന്ന് നീ എന്താടാ ഇവിടെ, നീ മൂക്കുറ്റം മദ്യപിച്ചിട്ടുണ്ടല്ലോ എന്നെല്ലാം അനന്തു ചോദിക്കുമ്പോൾ, എന്താടാ അനന്തു, എനിക്ക് മുറി മാറിപ്പോയതാണ്, അവനും അവളും എവിടെ, കണ്ണനും മഹാലക്ഷ്മിയും. എൻ്റെ ജീവിതം ഇങ്ങനെയാവാൻ കാരണം അവരാണ്. ആ മാർക്കോയെ പേടിച്ച് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം മേഘൻ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ നീ എന്തിനാ അന്വേഷിക്കുന്നത്? തുടർന്ന് മേഘൻ അവിടെ വെച്ച് പ്രശ്നമുണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ അനന്തു ആണെങ്കിൽ വേഗം തന്നെ ഹോട്ടൽ ജീവനക്കാരെ വിളിച്ചു വരുത്തുന്നുണ്ട് കേട്ടോ. അവനെ അവിടെ നിന്നും പറഞ്ഞു വിടാനും അവരോടായിട്ട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ കേസ് കൊടുക്കും എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ
ഹോട്ടൽ ജീവനക്കാരാണെങ്കിൽ അന്ന് രാത്രി തന്നെ മേഘനെ അവിടെ നിന്നും പുറത്താക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. അവരെല്ലാ അർത്ഥത്തിലും ഒന്നാവുന്നു. അങ്ങനെ ഫസ്റ്റ് നൈറ്റ് നല്ല ഗംഭീരമായിട്ട് തന്നെ അവർ ആഘോഷിക്കുന്നു. എന്തായാലും മേഘനെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നുണ്ട് കേട്ടോ ഹോട്ടലുകാർ. അപ്പം നമുക്ക് കാത്തിരിക്കാം മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിനായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്